ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രോക്ക് നൈറ്റിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. നെക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ കട്ടിങ് വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഈ ഒരു മോഡലിൻ്റെ ഫ്രണ്ട് നെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ഹക്കോബ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഏത് മെറ്റീരിയലും നമുക്ക് എടുക്കാം കേട്ടോ. ആകെ ഇത്രയും ചെറിയൊരു പീസ് മാത്രം മതി, അധികമൊന്നും വേണ്ട. നമ്മൾ നെക്കിലേക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് 10.5 ഇഞ്ചാണ് കേട്ടോ. 10.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് 7.25 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്കിതിൽ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ ഒരു ഹക്കോബ മെറ്റീരിയൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നത് റോങ് സൈഡിലാണ് കേട്ടോ. ഇനി നമുക്കിതിൽ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ നെക്കിൻ്റെ വീതി ഇവിടെ 3.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 3.25 ഇഞ്ച് ഇത് എവിടെയാണ് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പം 4 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്തു. ഇനി നമുക്കിതിനെ ഒന്ന് ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 4 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തു. ഇവിടെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കതിനെ ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം. അങ്ങനെ ബോക്സ് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടത് സ്ക്വയർ നെക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ക്വയർ നെക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെയിം മാർക്കിങ് തന്നെ നമുക്ക് ഇതേ ഈ ഒരു സൈഡിലും കൊടുക്കാം. അതിനായിട്ട് ഈ ഒരു മുകൾ ഭാഗത്ത് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെയാണ് 3.25 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് നെക്കിൻ്റെ ഇറക്കം 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഇവിടെയും 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അടിയിലും വീതി 3.25 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ക്വയർ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ 3 സൈഡും ഒന്ന് അരികു വശമൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അരികത്തേക്കടെ സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അങ്ങനെ ഈ ഒരു 3 സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് മടക്കുക. അങ്ങനെ നമ്മൾ 3 സൈഡും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി അരികുവശം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ തുണിയുടെ റോങ് സൈഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ തുണിയുടെ റോങ് സൈഡ്. നല്ല വശം ഇതുപോലെയാണ് കേട്ടോ വരിക. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന നെക്ക് പാറ്റേൺ എടുക്കുക. കറക്റ്റ് രണ്ടിൻ്റെയും സെൻറ്ററും ചേർത്ത് വയ്ക്കുക. അതായത് നെക്ക് ഡിസൈനിൻ്റെ സെൻറ്ററും ബോഡി പോർഷൻ്റെ സെൻറ്ററും ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ഹക്കോബ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശവും റോങ് സൈഡും ചേർന്ന് വേണം കേട്ടോ വരാനായിട്ട്. ഹക്കോബ മെറ്റീരിയലിൻ്റെ നല്ല വശം റോങ് സൈഡിനോട് ചേർത്ത് വെച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ വരച്ച ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് ഈ കട തന്നെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. കറക്റ്റ് ഈ വരച്ചേക്കട തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ വരച്ചേക്കട തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വട്ടം കൂടിയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാറ്റേണിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഇതേ ഷേപ്പ് തന്നെ കറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
കുറച്ച് ഗ്യാപ്പ് ഇട്ട് അതേ ഷേപ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 2 കോർണറിലും കുറച്ച് ഡീപ്പായിട്ട് നമുക്കൊന്ന് ചെരിച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 കോർണറിലും ഞാൻ ഇതുപോലെ ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈൻ പൊട്ടാൻ പാടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇടയിലൊന്ന് കട്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയിലിടയിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ അങ്ങ് നല്ല വശത്തേക്ക് മറിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നല്ല വശത്തേക്ക് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരികത്തേക്കൂടി ഒന്ന് ഈ ഒരു നെക്കിന് ചുറ്റും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നെക്കിന് ചുറ്റും ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെയാണ് ഇരിക്കണേ. അപ്പോൾ നമുക്ക് അരികത്തേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലേസ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ലേസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഏതെങ്കിലും പാറ്റേൺ ലേസ് ഉണ്ടെങ്കിൽ ഈ ഒരു നെക്കിൻ്റെ ഇതങ്ങ് മാറ്റുക. അതിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ഈ ഒരു ലേസ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മുകളിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോർണർ എത്തുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഈ ഒരു കോർണറിൽ ഒന്ന് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ കറക്റ്റ് വെച്ചതിന് ശേഷം ഈ ഒരു നെക്ക് വെച്ച് കൊടുക്കുക. നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അങ്ങനെ ഈ ഒരു ലേസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു നെക്ക് പാറ്റേൺ ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു നെക്കിൻ്റെ അരികത്തേക്കൂടെ ലേസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഏറ്റവും അടിഭാഗത്ത് നമുക്ക് ഫ്രില്ല് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രില്ല് ചെയ്യാനായിട്ട് ഒരു വലിയ പീസും അതുപോലെ തന്നെ ഒരു ചെറിയ പീസും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലേക്ക് ആണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് എങ്ങനെയാണോ ചെയ്യണേ ആ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ബാക്ക് പോർഷൻ ചെയ്തെടുക്കുക. ആദ്യമേ തന്നെ ഈ ഒരു കുഞ്ഞു പീസും വലിയ പീസും നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അതിനായിട്ട് 2 പീസിൻ്റെയും നല്ല വശങ്ങൾ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. 2ൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊരു വലിയ പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഞാനിവിടെ ബോഡി പോർഷൻ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഫ്രില്ലിനായിട്ട് ജോയിൻ ചെയ്തെടുത്ത പീസാണ് കേട്ടോ. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ഞെറിവുകൾ ഇട്ടിട്ട് ഈ ഒരു ബോഡി പോർഷനായിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്ക് ബോഡി പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ഫ്രില്ലിൻ്റെ നല്ല വശവും ബോഡി പോർഷൻ്റെ നല്ല വശവും ആദ്യം ചേർത്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മോളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇടയിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്ത് പോവാം കേട്ടോ. അപ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്ക് അറ്റം വരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മുകളിൽ കൂടെ 2 വട്ടം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രില്ലിൻ്റെ അവിടെ 2 വട്ടം സ്റ്റിച്ച് ചെയ്തോ അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടു പോവും. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രില്ല് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ അടിവശത്തേക്കുള്ള ഫ്രില്ലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണോ ചെയ്തത് സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്ക് പോർഷനിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബാക്ക് നെക്കും ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ ഇറക്കവും ഞാൻ സെയിം 4 ഇഞ്ച് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കണേ.
ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക കേട്ടോ. ബാക്ക് പോർഷന് നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഫ്രണ്ട് പോർഷന് നല്ല വശം ചേർത്ത് വെക്കാം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ ചെരിച്ചങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്യുക. സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡ് ഷേപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെല്ലാം സാധാ പോലെ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു മോഡൽ, ഇതുപോലത്തെ പല മോഡൽ നൈറ്റി ഫ്രോക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു നെക്ക് പാറ്റേൺ ഒക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.